അപ്പോൾ ത്രിലുവിൻ്റെ മാമൻ്റെ ലീവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തറവാട്ട് വീട്ടിലോട്ട് വന്നതാണ്. മുത്തശ്ശനോട് കണ്ട് യാത്ര പറഞ്ഞ് മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇത്രയും വർഷം അവൻ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ ഇറങ്ങാറുണ്ടായിരുന്നത്. അപ്പോൾ പതിവ് തെറ്റില്ല. എന്നും ഞങ്ങളെ അങ്ങോട്ട് ചെന്നു, മുത്തശ്ശനെ കണ്ടു, കാലൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എന്താ പറയുക, മുത്തശ്ശൻ എക്സ് മിലിറ്ററി, അതിലെ ക്യാപ്റ്റൻ. അപ്പോൾ അവൻ്റെ ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ തന്നെയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അമ്മമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അമ്മയും അതുപോലെ അവിടെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അവൻ പുതിയൊരു ട്രാൻസ്ഫറായിട്ട് ലഡാക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവനും അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചത്. അപ്പോൾ കുഞ്ഞൂസ് നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ എണീപ്പിച്ചു. ശേഷം എന്താണ്, അവന് പാല് കുടിക്കാനൊക്കെ മടിയായിരുന്നു. അപ്പോൾ മാമൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത്, അമ്മയ്ക്കൊരു വിഷമമൊക്കെ ഉണ്ട്. പാക്ക് ചെയ്ത് അങ്ങനെ അവൻ റെഡിയായി. ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. ഒലവക്കോടിലോട്ടാണ് പോവേണ്ടത്. ഒലവക്കോടാണ് ട്രെയിൻ. 7 മണി. ഓട്ടോ വന്നു, സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി. അപ്പോൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞൂസും കൂടെയാണ് അവനെ യാത്രയാക്കാൻ സ്റ്റേഷനിലേക്ക് പോകാൻ നിന്നത്. അപ്പോൾ ഓട്ടോ വന്ന പാടെ ഒരാൾ അതിൻ്റെ മേലെ കയറി ഇരിപ്പായി. അവന് ഓട്ടോ പ്രാന്തനാണ്. ഓട്ടോ പ്രാന്തൻ എന്നല്ല, വാഹനങ്ങളോട്, വണ്ടികളോടുള്ളൊരു ക്രേസാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഒലവക്കോട്ടിലോട്ട്. ഇപ്പോൾ ഒരു സമയം 5:45 കഴിഞ്ഞു. 7:15 ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ എത്തി, ഒലവക്കോട് സ്റ്റേഷനെത്തി. കുഞ്ഞൂസിന് ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ സ്റ്റേഷൻ. ആദ്യത്തെ എന്നല്ല, പക്ഷെ അവൻ്റെ ഒരു ഓർമ്മ വെച്ച ഒരു ഇതിൽ അവനെ ആദ്യമാണ് ഈ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളും. ട്രെയിൻ എന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ മാമൻ പോവുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവൻ എങ്ങോട്ടോ യാത്ര പോകുന്ന മട്ടിലാണ് പുള്ളിക്കാരൻ്റെ നടപ്പ്. ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി. പുതിയൊരു അനുഭവമാണല്ലോ. അപ്പോൾ അവൻ വേഗം വേഗം എല്ലായിടത്തും കയറുന്നുണ്ട്. ഇനിയിപ്പോൾ മാമൻ പോകുന്ന സമയത്ത് എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. അത് നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ അവനെ ട്രെയിൻ പിന്നെ മേമ, വല്യമ്മ, അങ്ങനെ തുടങ്ങി എല്ലാവരെയും യാത്ര പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. വിനയ്, അങ്ങനെ എല്ലാവരെയും വിളിച്ചിരുന്നു. അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല, ഒരു വിഷമത്തിലാണ് ആളിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, മക്കൾ പോകുന്ന സമയത്ത് അല്ലേ. അങ്ങനെ ട്രെയിൻ വന്നു. അപ്പോൾ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞൂസ് അപ്പോൾ അവൻ പോകുന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ടാറ്റയൊക്കെ പറയുന്നുണ്ട് വണ്ടിയിൽ, ട്രെയിനിൽ കയറിയിട്ട്. അപ്പോൾ മാമൻ പോകുമ്പോൾ ഇനി എന്താണ് ട്രെയിനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു മാമന്. ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സന്തോഷം കുറച്ച് കഴിയുമ്പോൾ എന്താവുമെന്നറിയില്ല ഗൈസ്. അങ്ങനെ ട്രെയിൻ എടുക്കാറായി. അമ്മയൊക്കെ കുറച്ച് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിൻ എടുത്തു പോവാണ്. പിന്നെ അടുത്ത ലീവിന് കാണാം. കുഞ്ഞൂസ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാമൻ ലീവിന് വന്നിട്ട് പോയി.